മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കൽ വിവാദം കത്തുന്നു. ഇടപാടിൽ ക്രമക്കേടുണ്ടായെന്ന കെ.ടി. ജലീലിന്റെ ആരോപണം തള്ളി മുൻ വിദ്യാഭ്യാസ മന്ത്രി പി.കെ. അബ്ദുൾ റബ്ബ്. ക്രമക്കേടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പിന്നീട് മന്ത്രിയായ ജലീൽ അന്വേഷിച്ചില്ലെന്ന് ചോദ്യം. ജലീൽ കള്ളം പറയുകയാണെന്ന് കോൺഗ്രസ് നേതാവ് സിദ്ദിഖ് പന്താവൂർ. സർവകലാശാല ഭൂമിയുടെ വിലനിർണയ സാക്ഷ്യപത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ച് കെ.ടി. ജലീൽ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് വൈദികൻ രാജിവെച്ചു. വികാരി സ്ഥാനം ഒഴിഞ്ഞത് കടമക്കുടി പള്ളിയിലെ ഫാദർ അഗസ്റ്റിൻ വട്ടോളി. രാജിപ്രഖ്യാപനം ഇന്ന് രാവിലെ കുർബാനയ്ക്കിടെ ജനാഭിമുഖ കുർബാന ചൊല്ലാൻ സാധിക്കുന്ന ദിവസം ചുമതല ഏറ്റെടുക്കുമെന്ന് ഫാദർ അഗസ്റ്റിൻ. പത്തനംതിട്ടയിൽ ഹണി ട്രാപ്പിൽ കുടുക്കി യുവാക്കൾക്ക് ക്രൂര പീഡനം. യുവാക്കളുടെ സ്വകാര്യ ഭാഗത്ത് സ്റ്റാപ്ലർ പിന്നടിച്ചു. കെട്ടിത്തൂക്കി മർദ്ദിച്ചു എന്ന ആക്ഷേപം. ആഭിചാര കർമ്മങ്ങൾ ചെയ്തതായും സൂചന. ചരക്കുന്ന് സ്വദേശികളായ ജയേഷും ഭാര്യ രശ്മിയും അറസ്റ്റിൽ. നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. അവധിയെടുത്ത് സഭയിൽ നിന്ന് മാറി നിൽക്കണമെന്ന നിലപാടിൽ പ്രതിപക്ഷ നേതാവും ഒരു വിഭാഗം നേതാക്കളും. സ്പീക്കർ എൻ ഷംസീറിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയും NM വിജയന്റെ മകൾ പത്മജിയുടെ ആത്മഹത്യാ ശ്രമ വിവാദങ്ങളും വയനാട്ടിലെ കോൺഗ്രസിൽ കുഴയ്ക്കുന്നു. പത്മജിയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിന് നേരെയുള്ള വിമർശനം തുടരുന്നു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിൽ നാട്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക ചടങ്ങുകൾ. ഗുരുവായൂരിൽ വമ്പൻ ഭക്തജനത്തിരക്ക്. ഉച്ചകഴിഞ്ഞ് നാടകം, ശോഭായാത്രകൾ. ആറന്മുളയിൽ അഷ്ടമി രോഹിണി വള്ളസദ്യ. ആഘോഷ പരിപാടികളുടെ സമഗ്ര കവറേജ് ന്യൂസ് 18. പാലക്കാട് കുന്നത്തൂർ മേടിൽ എഴുന്നള്ളിപ്പിനിടെ ആനയിടഞ്ഞു. ചേർപ്പുളശ്ശേരി മണികണ്ഠൻ എന്ന ആനയാണ് ഇടഞ്ഞത്. കൃഷ്ണൻ കോവിലിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടെയായിരുന്നു സംഭവം. പോലീസും എലഫന്റ് സ്ക്വാഡും സ്ഥലത്തെത്തി. ആർക്കും പരിക്കില്ല. തിരുവനന്തപുരത്ത് അമീബിക് മെനഞ്ചൈറ്റിസ് ബാധിച്ച 17-കാരന്റെ നില തൃപ്തികരം. രോഗം ബാധിച്ചത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ നീന്തൽക്കുളത്തിൽ നിന്നെന്ന് സ്ഥിരീകരണം. 3 കുട്ടികൾ നിരീക്ഷണത്തിൽ. പൂവാർ സ്വദേശിയായ വിദ്യാർത്ഥി സ്കൂൾ പൂളിലിറങ്ങിയത് കഴിഞ്ഞ ഓഗസ്റ്റ് 16-ന്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ തകർക്കപ്പെട്ട ഭീകര കേന്ദ്രങ്ങളിൽ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി റിപ്പോർട്ട്. മുദിക്കയിലെ ലഷ്കർ-ഇ-തൊയ്ബ കേന്ദ്രങ്ങളിലെ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രളയ ദുരിതാശ്വാസത്തിനെന്ന പേരിൽ പാകിസ്ഥാൻ സർക്കാർ അനുവദിച്ച പണം ഉപയോഗിച്ച്. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. ആസാം പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയിച്ച സംസ്ഥാനമെന്ന് പ്രധാനമന്ത്രി. ദരംഗിൽ പൊതുയോഗത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നു. ഭാരതരത്ന ഭൂപൻ ഹസാരികയെ കോൺഗ്രസ് അപമാനിച്ചെന്നാരോപിച്ച് മോദി. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളോട് മാത്രമാണ് തനിക്ക് മറുപടി പറയേണ്ടതെന്നും പ്രധാനമന്ത്രി. ഏഷ്യ കപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം രാത്രി 8-ന് ദുബായിൽ. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇരു രാജ്യങ്ങളും ആദ്യമായി നേർക്കുനേർ എത്തുന്നു എന്ന പ്രത്യേകത. ഇന്ന് സഞ്ജു സാംസണും കളത്തിലിറങ്ങും. ആദ്യ മത്സരങ്ങൾ ജയിച്ച് ഇരു ടീമുകളും മികച്ച ഫോമിൽ. ചൈനയ്ക്ക് 50 മുതൽ 100% വരെ തീരുവ ചുമത്താൻ നാറ്റോയോട് നിർദ്ദേശിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുവ കൂട്ടിയാൽ റഷ്യയ്ക്കുള്ള ചൈനീസ് സഹായം അവസാനിക്കുമെന്ന് അമേരിക്കയുടെ നിഗമനം. നാറ്റോ രാജ്യങ്ങൾ അംഗീകരിച്ചാൽ റഷ്യയ്ക്ക് മേൽ വമ്പൻ ഉപരോധം ഏർപ്പെടുത്താൻ തയ്യാറെന്നും ട്രംപ്. റഷ്യൻ എണ്ണ വാങ്ങരുതെന്നും നിർദ്ദേശം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് നാളെ തുടക്കമാവുന്നു. രാഷ്ട്രത്തലവന്മാരുടെ യോഗം. ഖത്തറിന് നേരെ ഉണ്ടായ ഇസ്രയേലി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുനിലപാടും സംയുക്ത നടപടിയും യോഗത്തിൽ ചർച്ചയാവും.